മെസ്സേജ് ഇത് തന്നെയാണ് മെയിനായിട്ട്. എനിക്ക് ഈ ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ മാഷുമാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു പ്രത്യേകത അതിലുണ്ട്. കുട്ടികളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കുട്ടികളുടെ മാത്രം കഥയല്ല, ഇത് ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ലൈഫുണ്ട്. അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ട് ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായും ഇതൊരു കുട്ടികളുടെ സിനിമയാണെന്ന് മാത്രം കരുതി മാറ്റി നിർത്തരുത്. എല്ലാ തരത്തിലും ഓഡിയൻസിന് പറ്റുന്നൊരു സിനിമയാണ്. രാഷ്ട്രീയമല്ല പറയുന്നത്, ഒരു വേറെ പ്ലോട്ടാണ്. കുഞ്ഞുപിള്ളേരെ വെച്ചിട്ടുള്ളൊരു പ്ലോട്ടാണ്, രാഷ്ട്രീയമല്ല. ഫാമിലി ആയിട്ട് കാണാമോ, നല്ല പടമാണ്. ഞങ്ങളൊക്കെ കൊച്ചുനാളിൽ പഠിച്ച സ്കൂളൊക്കെ ഇങ്ങനെയാണ്, അടി പിടി ബഹളം. നല്ല രസമായിട്ട് കാണും. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളിൻ്റെ ആ ഒരു ഇതിലോട്ട് ഞങ്ങൾ പോയി. ഫാമിലിയായിട്ട് ഒന്ന് അടിപൊളി. നമുക്കും ആ സ്കൂൾ ജീവിതത്തിലോട്ടൊക്കെ എനിക്ക് നല്ല ഒരു ഓർമ്മ പോയ നന്നായിട്ടുണ്ട്. നല്ല സിനിമ. ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് കൊച്ചുമോനുണ്ട്, അവനെയും കൂടി കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. തീർച്ചയായും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം കുട്ടികളുടെ സിനിമയാണ്, പുതിയ ആളുകളാണെന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തരുത്. വളരെ നല്ല സിനിമയാണ്. 2 മണിക്കൂർ 10-15 മിനിറ്റിനകത്ത് മാത്രമേ സിനിമ ദൈർഘ്യമുള്ളൂ. വളരെ എൻ്റർടൈനിങ് ആയിട്ട് കാണാം. 50-55 മിനിറ്റേ ഉള്ളൂ ഇൻട്രോയിൽ വരെയുള്ള ഡ്യൂറേഷൻ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി. നല്ല പാട്ടുകളാണ്. അതുപോലെ തന്നെ ആ പെർഫോമൻസിലാണ് കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ഷൻ, ഫസ്റ്റ് പടമാണെന്ന് തോന്നാത്തിട്ട് നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒന്ന് കാണാൻ പെർഫോം ചെയ്തിട്ടുള്ള അജു വർഗീസിൻ്റെ ആണെങ്കിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകൾ ഒന്നാണ്. അതുപോലെ ജോണി ആൻ്റണി സാറിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്നാണ്. അതുപോലെ ക്ലൈമാക്സ് തീർച്ചയായും ഒന്ന് കാണാം. ക്ലൈമാക്സിൽ കാണിക്കുന്നൊരു സാധനം കേരളത്തിലെങ്കിലും സ്കൂളുകളിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി തുറന്നു വയ്ക്കുന്ന ഒരു വലിയൊരു സ്ഥാപനമുണ്ട് എൻഡിൽ. അതാണ് എനിക്ക് ഏറ്റവും ഹൈ ആയിട്ട് തോന്നിയത്. അത് എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കി